ഹേ ഗായ്സ്, കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. ഇത് കണ്ടോ ഗൈസ്, പാറുക്കുട്ടി വരച്ചൊരു കാർഡാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാറുക്കുട്ടിയും പാറുക്കുട്ടിയുടെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് വരച്ചതെന്നാ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഇതെന്താണ് ധൃതി പിടിച്ച് കാട്ടിക്കൂട്ടുന്നതെന്നല്ലേ, ബുക്ക് പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഗൈസ്. വീട്ടിലല്ല ഇത്തവണ പൂജ വയ്ക്കുന്നത്, അമ്പലത്തിലാണ്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ 7:30 അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ വീട്ടിൽ വന്നു, കുളിച്ചു, എന്നിട്ട് ധൃതി പിടിച്ചിട്ട് ചെയ്യാണ്. അത് 2-3 ബുക്ക് എടുത്ത് ഇതുപോലെ ബൈൻഡ് ചെയ്തിട്ട് ഒരു നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരൊക്കെ എഴുതി എടുക്കുന്നുണ്ട് കേട്ടോ. 3 മണിക്ക് ഒരുങ്ങി നിൽക്കുന്നെന്ന് പറഞ്ഞ കക്ഷിയാണ്. ഇവിടെ കമ്മൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. കമ്മൽ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് കുറച്ച് കമ്മലൊക്കെ മാറ്റി. പല്ല് പോയി, അത് കാണിക്ക്. സൈഡിലെ പല്ല് പോയി, അമ്മുമ്മയായി. ഓക്കെ ഗൈസ്, ഇന്ന് പൂജ വെപ്പാണ്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അമ്പലം അടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് ഇന്ന് പൂജ വെക്കുന്നത് കൊണ്ട് കുറച്ചധികം ടൈം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പാറുക്കുട്ടിയുടെ ബുക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് പാറുക്കുട്ടി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം സെല്ലോ ടാപ്പ് ഇല്ല. അപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പേരും നമ്പറൊക്കെ എഴുതി എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബുക്സും വെക്കും കേട്ടോ. ഇവിടെ പൂജ വെക്കാനല്ല, വിളക്ക് വെക്കാനായിട്ട് ഒരു കബോർഡൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വിളക്ക് വെച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൂജ വെക്കുന്നില്ല, അമ്പലത്തിൽ കൊണ്ടുവന്ന് വെക്കാന്ന് വിചാരിക്കണം. പാറുകുട്ടി റെഡിയാണ്, പോവാം. അമ്പലം അടച്ചു, പക്ഷെ പാവം തിരുമേനി നമ്മുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടച്ചേക്കാണ് കേട്ടോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂല. തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയതും തിരുമേനി വന്നിട്ട് ചോദിച്ചു, പായസം വേണോ കുട്ടികളെ എന്ന് ചോദിച്ചു. അത് വാങ്ങിക്കാൻ പോകുന്ന പോക്കാണ് ഗൈസ്. പാറിന്റെ സന്തോഷം കണ്ടോ മുഖത്തെ, ഓടിപ്പടച്ച് പോയിട്ടുണ്ട്. കിട്ടി ഗൈസ്, അതും കടും പായസം. ഇവിടുത്തെ കടും പായസം നല്ല ടേസ്റ്റ് ആണെന്ന് പാറു പറയാനുണ്ട്. നമ്മള് നേരത്തെ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. കൊതി നോക്കി നിൽക്കുന്ന പാറു. സമോസ ചേട്ട കഴിക്കാൻ പോകണം. എനിക്ക് വേണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ, ഞാൻ കഴിക്കും. ഞങ്ങളിവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കടയാണ്. അതായത് പണ്ടുമുതലേ ഇവിടെയുള്ള കടയാണ് കേട്ടോ ഈ സമോസ ചാറ്റിന്റെ. പാറുവിന് ഇവിടുത്തെ സമോസ ചാറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഞാനും കഴിച്ചു നോക്കി കഴിച്ച ഒരു രക്ഷയില്ല, പൊളി ടേസ്റ്റ്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സാധനമാണ്, പക്ഷെ എന്നാലും ഞാൻ പറയുന്നു അടിപൊളി ടേസ്റ്റ് കേട്ടാ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അത് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പം നിങ്ങളെല്ലാവരും പൂജ വെച്ചോ എന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.